ഓക്കെ, അപ്പോൾ നമ്മൾ SFM എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നമ്മുടെ സിലബസ് SFMൻ്റെ സിലബസ് 5 ഹെഡുകളായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി SFM സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. പക്ഷേ മറ്റുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് പോലെ SCM ഒക്കെ പോലെ മേജർ പോർഷൻ പ്രോബ്ലവും ബാക്കി കുറച്ച് ഭാഗം മാത്രം തിയറിയും ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് അല്ല നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സ്റ്റുഡൻസ് പല ആളുകളും തിയറി പോർഷൻസ് കാര്യമായിട്ട് എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാതെ പോവും. പരീക്ഷയ്ക്ക് ഏകദേശം പകുതിയോളം, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, പകുതിയോളം തിയറി അത്രയും ഇമ്പോർട്ടൻസിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ചില അറ്റംപ്റ്റുകളിൽ പ്രോബ്ലം നന്നായിട്ട് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ തിയറി അറിയുമെങ്കിൽ ഈ പ്രോബ്ലം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തിയറി എഴുതിയിട്ട് നമുക്ക് രക്ഷപ്പെടാം. ചില അറ്റംപ്റ്റുകളിൽ സിമ്പിൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറേ സിമ്പിൾ ആവാറുണ്ട്. ആ സമയത്ത് നമ്മൾ തിയറി എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് എന്താവണം, ഈക്വൽ ഇമ്പോർട്ടൻസ് ടു തിയറി ആൻഡ് ഓൾസോ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ചാപ്റ്റേഴ്സ്. സിലബസിൽ 5 ഹെഡുകളായിട്ടാണ് SFMനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇത് ഓൾറെഡി നമ്മൾ ഇൻ്റർലി ഇതിൻ്റെ ഒരു ബേസ് കവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതിൽ 10 മാർക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും 10 മാർക്കിന് ഇവാലുവേഷൻ ഓഫ് റിസ്കി പ്രപ്പോസൽസും ലീസിങ്ങും സെക്യൂരിറ്റൈസേഷനും കൂടി 5 മാർക്കിന്, അങ്ങനെ 25 മാർക്കിനാണ് ഈ സെക്ഷൻ നമ്പർ A ഉണ്ടാവാറുള്ളത്. ഈ ഭാഗത്തുനിന്ന് ഈ ഒരു സെക്ഷൻ A തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ മൈ ആൻസർ ഈസ് പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെക്ഷൻ എയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത ഉള്ളത്. ഏറ്റവും കൂടുതൽ തിയറി ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ 25 മാർക്കിന് നമുക്ക് ഇവിടുന്ന് 2-3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നർത്ഥം. രണ്ടാമത്തെ ഹെഡ് സെക്ഷൻ B എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് രണ്ടാമത്തെ ഹെഡ്. ഇതിൽ താഴെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇൻട്രൊഡക്ഷൻ ഭാഗം ഇക്വിറ്റി ആൻഡ് ബോണ്ട് വാല്യുവേഷൻ ആൻഡ് ഇവാലുവേഷൻ പെർഫോമൻസ്. ഇത് പ്രാക്ടിക്കൽ പ്ലസ് തിയറി യൂണിറ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് എൻറ്റയർലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. പോർട്ട്ഫോളിയോ തിയറി ആൻഡ് പ്രാക്ടീസ് എൻറ്റയർലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അസറ്റ് പ്രൈസിംഗ് തിയറി പ്രാക്ടിക്കൽ ആണ്. പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഇവാലുവേഷൻ പ്രാക്ടിക്കൽ ആണ്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് പ്രാക്ടിക്കൽ ആണ്. ഇപ്പം ഈ ഒരു സെക്ഷൻ ബിയും നമ്മൾ ഓവറോൾ നോക്കിയാൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ചാപ്റ്ററുകളാണുള്ളത്. വിച്ച് ഇസ് 35 മാർക്കിനാണ് ഈ ഒരു സെക്ഷൻ ബി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്കൂട്ടിയൊക്കെ ഏകദേശം 60 മാർക്കോളം ഇപ്പം എന്തായി, പ്രാക്ടിക്കൽ ഏരിയാസ് ആയി ആസ് പെർ അവർ സിലബസ്. ഇനി സെക്ഷൻ സി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്നതാണ്. ഇത് തിയറി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. സെക്ഷൻ ഡി ഓൾസോ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലും തിയറി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും വരാറുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഡിജിറ്റൽ ഫൈനാൻസ് ഈസ് ഓൾസോ പ്യുവർലി കംപ്ലീറ്റ്ലി തിയറി. ഇതാണ് നമ്മുടെ ഒരു SFMൻ്റെ സിലബസ് ആസ് പെർ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ എത്ര മാർക്ക് എത്ര ചാപ്റ്ററുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെ സെക്കൻഡ് യൂണിറ്റായ ഇവാലുവേഷൻ ഓഫ് റിസ്കി പ്രപ്പോസൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന ഭാഗമാണ്.
സെക്കൻഡ് മൊഡ്യൂൾ, ഇവാലുവേഷൻ ഓഫ് റിസ്കി പ്രപ്പോസൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരാവുന്ന ഏരിയയാണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ കവർ ചെയ്ത് പോവാം. ഇന്ന് റിസ്കി പ്രപ്പോസലുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള റിസ്കിനെ അനലൈസ് ചെയ്യാൻ, റിസ്ക് മനസ്സിലാക്കാൻ ഫൈനാൻസ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം. ഫൈനാൻസ് മാനേജറാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻസ് മാനേജറാണ്. ആ സ്ഥാപനം ഏതൊക്കെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ലാഭകരമാവുമോ, അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്, അവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയായിരിക്കും. അപ്പോൾ അതിന് there are 3 things, possible things, alternative situations. 3 സിറ്റുവേഷനുകളാണ് ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കംപ്ലീറ്റ് സെർട്ടേണിറ്റി. നമുക്ക് ഈ ഭാവിയിലുള്ള കാര്യമാണല്ലോ, പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലാഭകരമാവുമോ നഷ്ടമാവുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക. ഒന്നുകിൽ കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഉറപ്പാണ് ഇത് സംഭവിക്കും എന്ന് ഉറപ്പുള്ള കുറേ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എഫക്റ്റും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇൻഫർമേഷൻ ഉറപ്പ് തരുന്നതാണ്, അപ്പോൾ റിസൾട്ടും നമുക്ക് ഉറപ്പുണ്ടായിരിക്കും. സെർട്ടൈൻ ആയ സിറ്റുവേഷനിൽ, കംപ്ലീറ്റ്ലി സെർട്ടൈൻ ആണ്, ആ കേസിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും, പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ഡിസിഷൻ എങ്ങനെ എടുക്കും. അതാണ് സിറ്റുവേഷൻ നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2 ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കംപ്ലീറ്റ്ലി അൺസെർട്ടൈൻ ആണ്. അതായത് നമുക്ക് ഒരു ഉറപ്പുമില്ല, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കയ്യിൽ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇത് സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അൺസെർട്ടൈൻ ആണ്, ഒരു ഉറപ്പുമില്ല, സംഭവിച്ചാൽ സംഭവിച്ചു. ആ കേസിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും. ആൻഡ് ലാസ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഈ ഒരു കേസിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുക്കാൻ ഇപ്പം ഈ 3 സിറ്റുവേഷൻ ആണ് വരിക. സിറ്റുവേഷൻ 3 വരിക, സെർട്ടൈൻ, അൺസെർട്ടൈൻ, റിസ്ക്. ഇതിന് നമുക്ക് 4 മെത്തേഡുകളാണ് ഉള്ളത്. 4 മെത്തേഡുകൾ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, സെർട്ടൈനിറ്റി ഈക്വലന്റ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. ഫൈനാൻസ് മാനേജർക്ക് ഡിസിഷൻ എടുക്കാം, പ്രൊജക്റ്റ് വേണോ വേണ്ടേ. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട് ഫൈനാൻസ് മാനേജർക്ക് ഡിസിഷൻ എടുക്കാം, പ്രൊജക്റ്റ് വേണോ വേണ്ടേ. എക്സ്പെക്റ്റഡ് NPV ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഡിസിഷൻ ട്രീ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ 1, 2, 3, 4 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതിൽ ഏതാണോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമ്പോർട്ടൻ്റ് ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഇനി ഇത് കൂടാതെ, ഇത് തീർന്നിട്ടില്ല, ഇത് കൂടാതെയും നമുക്ക് മെത്തേഡുകളുണ്ട്. ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, സെനേറിയോ അനാലിസിസ്, സിമുലേഷൻ അപ്രോച്ച്. ഈ 3ഉം നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതാണ്. സോ ദിസ് ഈസ് ദി ബേസിക് ടെക്നിക്സ്. ഇതാണ് എക്സ്ട്രാ ടെക്നിക്സ്. ഈ ടെക്നിക്സുകൾ പഠിക്കുന്നതോടുകൂടി, വിച്ച് മീൻസ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇത് 3ഉമാണ് പഠിക്കാനുള്ളത്. ഈ ഒരു യൂണിറ്റിൽ ഇത് 3ഉം ഇത് 4ഉമാണ് പഠിക്കാനുള്ളത്. ഇത് 3ഉം നമുക്ക് മറ്റൊരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഇവിടെ ഈ 4 ടെക്നിക്കുകൾ പഠിക്കുന്നതോടുകൂടി നമ്മൾ ഇന്ന് നോക്കുന്ന റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, നമ്മളുടെ ബഡ്ജറ്റിൽ നിന്ന് ക്യാപിറ്റൽ, നമ്മൾ ഒരു സംഗതിക്ക് വേണ്ടി ബഡ്ജറ്റ് ചെയ്യുമ്പോൾ, ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അതിലെ റിസ്ക് അനലൈസ് ചെയ്യാൻ ഈ 4 മെത്തേഡുകൾ ഉപയോഗിക്കാം. ഈ 4 മെത്തേഡുകൾ ഓർ ടെക്നിക്സ് കഴിയുന്നതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ സാർ, ഓവർവ്യൂ കിട്ടി, മനസ്സിലായി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായി. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സെർട്ടൈനിറ്റി ഈക്വലന്റ് അപ്രോച്ച് ആണ്. ഫസ്റ്റ് നമ്മൾ ടെക്നിക്ക് പഠിച്ചത് സെർട്ടൈനിറ്റി ഈക്വലന്റ് അപ്രോച്ച്. ഈ അപ്രോച്ച് എന്താ എന്നുള്ളത് നമ്മൾ പ്രോബ്ലത്തിലൂടെയാണ് പഠിക്കുന്നത്. കാരണം നമുക്കിതിന് തിയറി സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിലും അത് വായിച്ചാൽ നമുക്കൊന്നും തന്നെ മനസ്സിലാവാൻ സാധ്യതയില്ല. നേരെ മറിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത്, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് അവർ ഡാറ്റ തന്നിട്ടുള്ളത്,
എങ്ങനെയാണ്, എന്ത് കാണാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സെർട്ടേനിറ്റി ഈക്വലന്റ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. സോ നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1ത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ ഫൈനാൻസ് മാനേജർ ഈസ് ലുക്കിംഗ് അറ്റ് എ പ്രൊജക്ട് പ്രൊപ്പോസൽ ഹൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. ഇപ്പോൾ പ്രൊജക്ട് മാനേജറുടെ മുമ്പിൽ ഒരു പ്രൊപ്പോസൽ ഉണ്ട്, അയാൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനം എടുക്കാൻ നിൽക്കുകയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ഓക്കെ. പ്രൊജക്ട് റിക്വയർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 15 crore. 15 കോടി രൂപയാണ് ഇനീഷ്യലി ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കമ്പനി ചെലവഴിക്കേണ്ടത്. പ്രൊവൈഡ്സ് ക്യാഷ് ഇൻഫ്ലോ 20 crore and 25 crore അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടിലേക്ക് എന്ത് ചെയ്യുക, ഈ തന്ന ഇൻഫർമേഷൻ നമ്മൾ പകർത്തുകയാണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 15 കോടിയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ ഇയർ 1 20 കോടിയും ഇയർ 2 25 കോടിയും എന്ന് തന്നിട്ടുണ്ട്. ദ ലൈഫ് ഓഫ് ദി പ്രൊജക്ട് ഈസ് ഓൺലി 2 years. ലൈഫ് 2 years ആണ്. ഓക്കെ. സാൽവേജ് വാല്യൂ 0. The management feels that the certainty equivalent coefficient, അതായത് മാനേജ്മെന്റിന് തോന്നുകയാണ് ഇയർ 1 ഇയർ 2 സെർട്ടേനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്, വിച്ച് മീൻസ് എത്രത്തോളം ഈ പറഞ്ഞ 20 crore ആണ് ഫസ്റ്റ് ഇയറിൽ ഇൻഫ്ലോ, 25 ആണ് സെക്കൻഡ് ഇയറിൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞത് നമുക്ക് എത്രത്തോളം ഉറപ്പിക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 85% 0.85 ഉറപ്പിക്കാം, സെക്കൻഡ് ഇയറിൽ 0.75 ഉറപ്പിക്കാം. എന്ന് പറഞ്ഞാൽ 20 കോടി ഫസ്റ്റ് ഇയറിൽ കിട്ടുമെന്ന് പറഞ്ഞാലും അത് സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റുക 20 കോടിയുടെ 85% എന്ന് പറഞ്ഞാൽ 17 കോടി ഉറപ്പിക്കാം, സെർട്ടൈൻ ആണ്. ബാക്കിയുള്ള 3 കോടി നമുക്ക് ഒരു ഉറപ്പില്ല, അൺസെർട്ടൈൻ ആണ്. രണ്ടാമത്തെ വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ 25 കോടിയാണ് അവർ മൊത്തത്തിൽ പറഞ്ഞതെങ്കിലും അതിന്റെ 0.75 ആണ് സെർട്ടൈനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്, വിച്ച് മീൻസ് എത്രയാണ് സെർട്ടൈനിറ്റിയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 18.75 ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക. അപ്പൊ 17ഉം 18.75 ആണ് എന്ത് ക്യാഷ് ഫ്ലോ? സെർട്ടൈൻ ക്യാഷ് ഫ്ലോ. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്ന 20ഉം 25ഉം ക്യാഷ് ഫ്ലോ ആണ്. നമ്മൾ ഇപ്പൊ കിട്ടിയ 17ഉം 18.75ഉം നമുക്ക് എന്ത് പറയാം? നമ്മൾ ഉറപ്പ് പറയുന്ന ക്യാഷ് ഫ്ലോ ആണ്, വിച്ച് ഈസ് സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ദി ഡിസ്കൗണ്ട് അക്കോർഡിംഗ് ടു ദി അനലിസ്റ്റ് ഈസ് 8%. RF, റിസ്ക് ഫ്രീ റേറ്റ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ റിസ്ക് ഫ്രീ റേറ്റ് ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഏത് ക്യാഷ് ഫ്ലോ ആയാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇന്റർമീഡിയറ്റ്ലി നമ്മൾ ചെയ്യുമ്പോൾ NPV IRRന്റെ ഒക്കെ കാൽക്കുലേഷനിൽ നമ്മൾ ഭാവിയിലുള്ള ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് എഴുതാറുണ്ടായിരുന്നത്. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ, അതിന്റെ ടോട്ടൽ വെച്ചിട്ടാണ് NPV ഒക്കെ കാണാറ്. സെയിം കാൽക്കുലേഷൻ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടി വരും. ഏത് ക്യാഷ് ഫ്ലോ എടുക്കണം? നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് സെർട്ടേനിറ്റി ഈക്വലന്റ് അപ്രോച്ച് ആയതുകൊണ്ട് സെർട്ടേനിറ്റി ക്യാഷ് ഫ്ലോകളായ 17ഉം 18.75 ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫോർ ഡിസ്കൗണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് 8% ആയതുകൊണ്ട് നോർമലി നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക 1/1.08 ഈക്വൽ ടു അടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയർ 0.926 കിട്ടും. വീണ്ടും ഈക്വൽ ടു അടിച്ചാൽ സെക്കൻഡ് ഇയർ 0.857 കിട്ടും. ഇത് കിട്ടാത്ത കാൽക്കുലേറ്ററുകൾ ഉണ്ടാവാം. ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് 1.08 എന്ന് കാൽക്കുലേറ്ററിൽ അടിക്കുക, എന്നിട്ട് 2 തവണ ഡിവൈഡഡ് ബൈ പ്രസ് ചെയ്യുക, എന്നിട്ട് 1 അടിക്കുക, എന്നിട്ട് ഈക്വൽ ടു അടിച്ചാൽ ഫസ്റ്റ് ഇയറിന്റെ 0.926 കിട്ടും.
വീണ്ടും ഈക്വൽ ടു അടിച്ചാൽ സെക്കൻഡ് ഇയർ കിട്ടും, വീണ്ടും ഈക്വൽ ടു അടിച്ചാൽ തേർഡ് ഇയർ, അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ആ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് ഇൻഡു ചെയ്ത് കിട്ടുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ആഡ് ചെയ്ത് നോക്കുക. 2 വർഷത്തിൻ്റെത് ആഡ് ചെയ്യുന്ന സമയത്ത് 31.811 ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരുന്നത്, ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 15 പകരം ഇവിടെ 10 എടുക്കണം, അപ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ഫ്ലോ ഇതേതാ? ഈ ടോട്ടലിനെ നമ്മൾ എന്താ വിളിക്കുക? സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആണ് 31.811. ഈ 10 നമ്മൾ എന്താ പേര് വിളിക്കുക? ഔട്ട്ഫ്ലോ. ഇപ്പൊ ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് 31 നിന്ന് ഔട്ട്ഫ്ലോ 10 കുറച്ചാൽ കിട്ടുന്നതിനെ നമ്മൾ ഇന്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് നോൺ ആസ് NPV. പക്ഷെ ഇവിടെ ഒരേ ഒരു വ്യത്യാസമാണ് നമ്മൾ ചെയ്തത്. സാധാരണ ഈ ക്യാഷ് ഇൻഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ സെർട്ടേണിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ, ക്വസ്റ്റ്യനിൽ തന്ന സെർട്ടേണിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റുമായി ബന്ധപ്പെട്ട് അത് ഇൻഡ്യൂ ചെയ്തെടുത്ത സെർട്ടേണിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കൗണ്ട് ചെയ്തത്. അതുവഴിയാണ് NPV കണ്ടുപിടിച്ചത്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സെർട്ടേണിറ്റി ഈക്വലന്റ് അപ്രോച്ച്. സിമ്പിൾ മെത്തേഡാണ്, നോ ഇഷ്യൂ. ഓക്കെ സാർ, ക്ലിയർ, കൺസെപ്റ്റ് ക്ലിയർ ആയി, മെത്തേഡ് ക്ലിയർ ആയി. ഇപ്പോൾ 5 മെത്തേഡുകളിൽ എത്ര മെത്തേഡായിരുന്നു? 4 മെത്തേഡുകളിൽ 1 തീർന്നു. സെക്കൻഡ് വൺ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇനി നമുക്കൊരു ഫൈനാൻസ് മാനേജർക്ക് തീരുമാനം എടുക്കാൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ തീരുമാനം എടുക്കാൻ നെക്സ്റ്റ് മെത്തേഡ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിക്കാം, നേരത്തെ നമ്മൾ പഠിച്ച പോലെ ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം. എ ഫേം ഈസ് കൺസിഡറിങ് റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ്. The firm feels that suitable discount rate for investment is cost of capital plus 2%. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിരുന്നു. നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഇൻഫർമേഷനുകളായിരുന്നു അത്. നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ സൊല്യൂഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ മനസ്സിലായി. പക്ഷെ ഇവിടെ ഇവർ പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ മുകളിൽ 2% കൂട്ടുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് നിങ്ങൾ ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 13% എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് 2% ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്, വിച്ച് ഇസ് ഈക്വൽ ടു 15%. സോ അവർ ഡിസ്കൗണ്ടിങ് റേറ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി 15%. കാൽക്കുലേറ്ററിൽ 1.15 1 ഡിവൈഡഡ് ബൈ 1.15 ചെയ്തിട്ട് എത്ര വർഷമാണുള്ളത് അവിടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് ഈ 15% വെച്ചിട്ടാണ്. ദ ക്യാഷ് ഫ്ലോസ് ആർ പ്രൊജക്റ്റഡ് ബൈ ദ കമ്പനീസ് അനലിസ്റ്റ് ആർ ഫോളോസ്. ക്യാഷ് ഫ്ലോ അവർ തന്നിട്ടുണ്ട്. 14 ലക്ഷം ആണ് ക്യാഷ് ഔട്ട് ഫ്ലോ. സോ അവർ ഔട്ട് ഫ്ലോ ഈസ് 14 lakh. ആൻഡ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ 1 to 5 years. ആദ്യത്തെ 5 വർഷം, 1 മുതൽ 5 വർഷം 2.54 ലക്ഷം രൂപയാണ്. അപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഫിഫ്ത്ത് ഇയർ വരെ 2.54 ആണ്. 6ാമത്തെ വർഷം തൊട്ട് 10ാമത്തെ വർഷം വരെ 6, 7, 8, 9, 10 വരെ 3.14 lakh ആണ് ക്യാഷ് ഇൻഫ്ലോ. NPV ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അക്കോർഡിംഗ് ടു ദി റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ്. സാർ എവിടെയാണ് നമ്മൾ ഈ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ് ഉപയോഗിച്ചത്? ബിക്കോസ് നമ്മൾ ഈ 13% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ 2% ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസ്കൗണ്ടിങ് റേറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞല്ലേ. ഈ 2 റിസ്ക് അഡ്ജസ്റ്റഡ്. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 13 ആണെങ്കിലും ഭാവിയിൽ വരാവുന്ന റിസ്ക് വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യുന്നു? 2% എന്ന് കൺസിഡർ ചെയ്താൽ 15 വരുള്ളൂ. 13ഉം 2 റിസ്ക്കും 15. ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് എടുത്ത 15 എന്താ പേര് വിളിക്കുക? റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ്. സോ ഇതാണ് 2ാമത്തെ മെത്തേഡ്. ചില കേസുകളിൽ നമുക്ക് ഇതേപോലെ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ആ റിസ്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിസ്കൗണ്ടിങ് റേറ്റ് എടുക്കണം. ഇതിൽ നമ്മൾ അങ്ങനെയാണ് എടുത്തത് 15%.
ഇനി സാധാരണ കേസിൽ നമ്മൾ എങ്ങനെയാ ഇൻഫ്ലോ NPV കണ്ടുപിടിക്കുക? NPV കാണാനുള്ള ഇക്വേഷൻ എന്താ? NPV ഈക്വൽ ടു സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. ഇതാണല്ലോ ഇക്വേഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതാണ് ചെയ്തത്. ഇവിടെ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ കാണുമ്പോൾ 1 to 5 ഇയറിൻ്റെത് ടോട്ടൽ ചെയ്യണം, 6 to 10 ഇയേഴ്സിൻ്റെത് ടോട്ടൽ ചെയ്യണം. 10 വർഷത്തിൻ്റെതുണ്ട്. ഇപ്പോൾ 1 to 5 ഇയേഴ്സിൽ നമുക്ക് 2.54 ലക്ഷം രൂപയാണ് ഓരോ വർഷവും ഇൻഫ്ലോ ഉണ്ടായിരുന്നത്. ഇതിനെ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ഓരോ വർഷത്തത് ചെയ്തിരുന്നു. 1/1.08 ഈക്വൽ ടു ഓരോന്ന് ചെയ്തിരുന്നു. ഫസ്റ്റ് ഇയറിൽ 0.926ഉം സെക്കൻഡ് ഇയറിൽ 0.85 സംതിങ് ഒക്കെ കിട്ടിയത് ഇൻറ്റു 25 ഇൻറ്റു 20 എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. ഇൻഫ്ലോ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓരോ വർഷവും സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ഇൻഫ്ലോ എല്ലാ വർഷവും ഈക്വൽ ആണെങ്കിൽ, ഒരേ ഇൻഫ്ലോ ആണെങ്കിൽ നമുക്ക് ആനുറ്റി എടുത്തിട്ട് ചെയ്യാം. ഈ കേസിൽ 1 to 5 ഇയേഴ്സിൽ 5 വർഷം വരെ 2.54 ആയതുകൊണ്ട് ആനുറ്റി കണ്ടാൽ മതി. ആനുറ്റി മീൻസ് നമ്മൾ ഇവിടെ കേസിൽ 1 ഡിവൈഡഡ് ബൈ 1.15 ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ എത്രയാണോ കിട്ടുന്നത്, ഫസ്റ്റ് ഇയറിൽ എത്രയാ കിട്ടുക? കാൽക്കുലേറ്ററിൽ നോക്കിയാൽ 1 ഡിവൈഡഡ് ബൈ 1.15 0.869 ആണ് ആൻസർ കിട്ടുന്നത്. സെക്കൻഡ് ഇയറിൽ എത്രയാ കിട്ടുക? 0.756 ആണ് സെക്കൻഡ് ഇയർ, 0.756. തേർഡ് ഇയർ 0.657, 0.657. ഫോർത്ത് ഇയർ 0.571, 0.571. ഫിഫ്ത്ത് ഇയർ, അതായത് 5ാമത്തെ വർഷം വരെയാണ് ഈക്വൽ ആയിട്ടുള്ളത്, 0.497. ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ആനുറ്റി എന്ന് പറയുക. എല്ലാ വർഷവും ഒരേ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ആനുറ്റി ടോട്ടൽ ചെയ്തിട്ട് ഇൻറ്റു ചെയ്താൽ ഓരോ വർഷം ചെയ്യുന്നതിന് പകരം ടോട്ടൽ ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ആഡ് ചെയ്ത് നോക്കാം. സോ 0.869 പ്ലസ് 0.756 പ്ലസ് 0.657 പ്ലസ് 0.571 പ്ലസ് 0.497. So the total will be 3.35. ഈ 3.35 ഏകദേശം 3.35 വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഇൻറ്റു ചെയ്ത് നോക്കാം. 3.35 ഇൻറ്റു 2.54. സോ 8.509 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 8.509 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഇക്വേഷനിൽ ഇത് കിട്ടി, 5 വർഷത്തിൻ്റെത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതേ കാൽക്കുലേഷൻ 6 to 10 ചെയ്യണം. ആ സമയത്ത് നമുക്ക് 3.14 ആയിരുന്നു നമ്മുടെ ഇൻകം. ഇതേ കാൽക്കുലേഷൻ 5 വർഷത്തിൻ്റെത് പിന്നെ വേറെയും ചെയ്യണം. അതായത് 6ാമത്തെ വർഷം തൊട്ട് വീണ്ടും ചെയ്യണം. ചെയ്തു നോക്കാം. അപ്പോൾ 6ാമത്തെ വർഷം തൊട്ട് നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടറുകൾ വരിക. 6th ഇയർ 0.432, 7th ഇയർ 0.376, നെക്സ്റ്റ് ഇയർ 0.6326, 0.284, 0.247. ഈ രീതിയിലാണ് വരിക അടുത്ത 5 വർഷം. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ആനുറ്റി 0.432 പ്ലസ് 0.376 പ്ലസ് 0.326 പ്ലസ് 0.284 പ്ലസ് 0.247. സോ ടോട്ടൽ വിൽ ബി 1.665. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റു ചെയ്യണം. 1.665 ഇൻറ്റു ചെയ്ത് നോക്കാം. ഇൻറ്റു 3.14, 5.2281. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ കിട്ടുന്നത്. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ആ 5th ഇയർ തൊട്ടൊന്നുകൂടി 0.432 പ്ലസ് 0.376
plus 0.326 plus 0.284 plus 0.247. ഓക്കെ, 1.66. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇൻഫ്ലോ രണ്ടും കൂടി ആഡ് ചെയ്തു, ഇൻഫ്ലോ രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നത് 8.509 plus 5.2281. So total will be 13.7371. ഇതാണ് സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. ഔട്ട്ഫ്ലോ നമുക്ക് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ? ഔട്ട്ഫ്ലോ തന്നിരുന്നത് 14 lakh ആയിരുന്നു. 14 lakh ഔട്ട്ഫ്ലോ 14 lakh ആണ്. സോ എൻ പി വി കാണുമ്പോഴുള്ള ഇക്വേഷനിൽ നമ്മുടെ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ 13.7371 മൈനസ് 14 എന്നാണ് വരിക. സോ മൈനസ് ചെയ്താൽ ആൻസർ വിൽ ബി മൈനസ് -.2629 എന്നാണ് ആൻസർ വരിക. -.2629. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആൻസർ കിട്ടിയിട്ടുള്ളത് -2.255 ആണ്. നമുക്ക് കിട്ടിയ ആൻസറിന്റെ ഏകദേശം അടുത്താണ്. നമ്മളിത് റൗണ്ട് ചെയ്ത് ഡിസ്കൗണ്ടിങ് ഫാക്ടറുകൾ എടുത്തത് കൊണ്ടാണ് വ്യത്യാസം വന്നത്. ആ വ്യത്യാസം കുഴപ്പമില്ല, ചെറിയ വ്യത്യാസമൊക്കെ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഉണ്ടാവും. കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അവർ റൗണ്ട് ചെയ്ത പോലെ എടുക്കണം. ആ റൗണ്ടിങ് എങ്ങനെയാണ് എടുത്തത് നമുക്കറിയില്ലല്ലോ. ഏറെക്കുറെ സിമിലർ ആയിട്ട് കിട്ടും. ഈ കേസിൽ NPV നെഗറ്റീവ് ആണ്. നമ്മുടെ സജഷൻ ആസ് എ ഫൈനാൻസ് മാനേജർ, നമ്മുടെ സജഷൻ ദി പ്രൊജക്ട് ഷുഡ് നോട്ട് ബി അക്സെപ്റ്റഡ്. കാരണം പ്രൊജക്ട് എപ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക? NPV പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, സോ സെക്കൻഡ് മെത്തേഡ് ഈസ് ഓൾസോ ഓവർ. തേർഡ് വൺ which is related to expected NPV and standard deviation. എവിടെ എക്സ്പെക്റ്റഡ് NPV എന്നുള്ള പേര് കാണുന്നുണ്ടോ അവിടെ വരുന്ന പിക്ചറിൽ വരുന്ന ഒരു ഐറ്റമാണ് പ്രോബബിലിറ്റി. അതായത് ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ കിട്ടുക. എത്രത്തോളം ആ ക്യാഷ് ഫ്ലോ വരാൻ, ഭാവിയത്തെ കാര്യമാണ്, അത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എപ്പോൾ എടുക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുക. ആ ക്യാഷ് ഫ്ലോ, എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ വെച്ചിട്ട് നമ്മൾ NPV കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക എക്സ്പെക്റ്റഡ് NPV എന്ന്. സോ ക്യാഷ് ഫ്ലോ, പ്രോബബിലിറ്റി അത് കൺസിഡർ ചെയ്താൽ, ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്താൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ കിട്ടും. ആ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റിനെ വിലയിരുത്തുന്നതെങ്കിൽ എക്സ്പെക്റ്റഡ് NPV ആണ് കിട്ടുക. ആ എക്സ്പെക്റ്റഡ് NPV പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ പറയാം. ഓക്കെ, ഇതില് ഹില്ലിയർ മോഡൽ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേ സംഗതി എന്താണോ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. പയനീർ പ്രൊജക്ട്സ് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് അക്സെപ്റ്റിംഗ് വൺ ഓഫ് ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്. രണ്ട് വ്യത്യസ്ത പ്രൊജക്റ്റുകൾ ഉണ്ട്, എമ്മും എന്നും. പ്രൊജക്ട് എമ്മും പ്രൊജക്ട് എന്നും. ഫോർ ദ ഫസ്റ്റ് ഇയർ ദ ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോബബിലിറ്റീസ് ആർ എസ്റ്റിമേറ്റഡ് ആസ് അണ്ടർ. അവര് ക്യാഷ് ഫ്ലോയും അതിന്റെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ പ്രൊജക്ട് എമ്മിന് 12,000, 14,000, 16,000, 18,000, 20,000 ആണ് അവര് എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ. 12,000 വരാൻ 10% ചാൻസ് ഉണ്ട്. ഇയർ 1ന്റെ കാര്യമാണ് ഈ പറയുന്നത്. 14,000 ഇയർ 1ൽ ഉണ്ടാവാൻ 20% ചാൻസ് ഉണ്ട്. 16,000 ഉണ്ടാവാനാണ് കുറച്ചും കൂടി ചാൻസ്. 18,000 ഉണ്ടാവാൻ 20%, 20,000 ഉണ്ടാവാൻ 10%. ഇങ്ങനെ പ്രോബബിലിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒന്നുകിൽ 12,000 ഉണ്ടാവാം, അല്ലെങ്കിൽ 14,000, അല്ലെങ്കിൽ 16, അല്ലെങ്കിൽ 18, അല്ലെങ്കിൽ 20. അതിന് ഇന്ന പെർസെൻറ്റേജിൽ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അതേപോലെ പ്രൊജക്ട് എന്നിനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ഇൻഫ്ലോയും പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. യെസ്, കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. ഇപ്പൊ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ കാണാൻ ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഇൻറ്റു ക്യാഷ് ഫ്ലോ ചെയ്ത് ടോട്ടൽ ചെയ്താൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ. ഇനി ഓരോ വർഷത്തെ വേണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഇവിടെ നോക്കിയൊക്കെ 12,000 ഇൻറ്റു 10%, 1,200 ആണ് ഇവിടെ വരിക. 14,000 ഇൻറ്റു 20%,
2800 സെക്കൻഡ് ഇയറിൽ വരിക, സെക്കൻഡ് ഐറ്റത്തിൽ വരിക. തേർഡ് ഇയറിൽ 16,000 ഇൻറ്റു 40%, 6,400 തേർഡ് കേസിൽ വരിക. ഫോർത്ത് കേസിൽ 18,000 ഇൻറ്റു 20%, 18,000 ഇൻറ്റു 0.20, 3,600 ഇവിടെ വരിക. ലാസ്റ്റ് കേസിൽ 20,000 ഇൻറ്റു 0.10, 2,000 ഇവിടെ വരിക. ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുക. സോ 1,200 പ്ലസ് 2,800 പ്ലസ് 6,400 പ്ലസ് 3,600 പ്ലസ് 2,000. സോ ടോട്ടൽ 16,000 രൂപയാണ് പ്രൊജക്റ്റ് എമ്മിന് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ. പ്രൊജക്റ്റ് എന്നിനോ ഇവിടെ 8,000 ഇൻറ്റു 0.10 800 വരും. 12,000 ഇൻറ്റു 0.25 3,000 വരും. 16,000 ഇൻറ്റു 0.30 4,800 വരും. 20,000 ഇൻറ്റു 0.25 5,000 രൂപ വരും. 24,000 ഇൻറ്റു 0.10 2,400 വരും. ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് നോക്കാം. 2,400 പ്ലസ് 5,000 പ്ലസ് 4,800 പ്ലസ് 3,000 പ്ലസ് 800. സോ ടോട്ടൽ 16,000 രൂപ. ഇപ്പം രണ്ട് കേസിലും എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ 16,000 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു, കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ഭാഗം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതായത് നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകം ആലോചിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ ഈ SFM എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുണ്ടോ അവിടെയെല്ലാം വേരിയൻസിന്റെ റൂട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയൻസിന്റെ റൂട്ട് ചെയ്യുന്നത് കിട്ടുന്നത് എന്താണോ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ എന്താണ് വേരിയൻസ്? വേരിയൻസ് നമ്മൾ ഈ പ്രോബബിലിറ്റിയും ഈ ക്യാഷ് ഫ്ലോയും കൺസിഡർ ചെയ്ത് ചെയ്യണം. വിച്ച് മീൻസ് നമുക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ഫസ്റ്റത്തെ കേസിൽ 1,200 2,800 അതുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സെന്റർ ഫിഗർ ആയിട്ട് എടുക്കുക. ഇപ്പൊ ഇതിൽ 1 2 3 4 5 ആയതുകൊണ്ട് കറക്റ്റ് 0 ഇവിടെ നമുക്ക് എഴുതാം. ദിസ് ഈസ് നോൺ ആസ് വേരിയൻസ്. വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റർ ഫിഗർ എടുത്തിട്ട് 0 ആക്കുന്നത്. അപ്പൊ സാർ 6 ഉണ്ടെങ്കിൽ കറക്റ്റ് സെന്റർ കിട്ടൂലല്ലോ. കുഴപ്പമില്ല, നിങ്ങൾ 3-മത്തതോ 4-മത്തതോ എടുത്തോ, നോ ഇഷ്യൂ. നമുക്ക് എങ്ങനെയും എടുക്കുക, കറക്റ്റ് സെന്റർ ആവണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ കറക്റ്റ് ഇവിടെ 5 ആയതുകൊണ്ട് സെന്റർ നമുക്ക് കറക്റ്റ് കിട്ടും. ഇവിടെ 0 എടുത്താൽ ഡിഫറൻസുകൾ പ്രോബബിലിറ്റിയിൽ എത്ര വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഡിഫറൻസുകൾ വേരിയേഷൻ എത്ര വരുന്നുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ചെക്ക് ചെയ്ത് നോക്കാം. ആ ഡീവിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ്പെക്റ്റഡ് വാല്യൂവിന്റെ ടോട്ടൽ നമുക്കിവിടെ 16,000 ആണ് കിട്ടിയത്. അത് അവർ 0 ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1,200 2,800 6,400 3,600 2,000 ടോട്ടൽ 16,000 എന്നുള്ളത് 1.2 2.8 എഴുതാൻ എളുപ്പത്തിന് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ആ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് 16,000 കിട്ടിയല്ലോ. അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ, ക്വസ്റ്റ്യനിൽ തന്ന ക്യാഷ് ഫ്ലോകൾ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അത് സെന്റർ ഫിഗർ എടുക്കുന്ന കേസ് പറഞ്ഞപ്പോൾ ഏകദേശം സെന്റർ ഫിഗർ 1 അതിൽ 0 ആയിട്ട് വരും എല്ലാ കേസിലും. അപ്പൊ നമ്മൾ സെന്റർ ഫിഗർ എടുത്തിട്ടില്ലെങ്കിലും എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിഗർ 0 ആയിട്ട് വരും. ഈ കേസിൽ ഞാൻ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇക്വേഷൻ ശ്രദ്ധിക്കണം. ക്യാഷ് ഫ്ലോ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൈനസ് ചെയ്യേണ്ടത്. ആരോ ഇങ്ങോട്ടാണ് എന്ന കാര്യം മറന്നു പോരുത്. സ്റ്റുഡൻസിന് ഇവിടെ തെറ്റാറുണ്ട്. ക്യാഷ് ഫ്ലോ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ. അപ്പൊ 12 - 16
-4 ഡീവിയേഷൻ കിട്ടുക. ഇതിനെന്താ നമ്മൾ പേര് വിളിക്കുക? ഡീവിയേഷൻ. രണ്ടാമത്തെ കേസിൽ 14 - 16 -2. മൂന്നാമത്തെ കേസിൽ 16 - 16 0. എന്നാ ഞാൻ പറഞ്ഞത് സെന്റർ ഫിഗർ ഏറെക്കുറെ കറക്റ്റ് സെന്റർ അല്ലെങ്കിലും അപ്പുറം 0 കിട്ടും. 18 - 16 2 പോസിറ്റീവ് ഫിഗർ ആണ്. 20 - 16 +4. ഓക്കെ, ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? പ്രോബബിലിറ്റി എഴുതി, ക്യാഷ് ഫ്ലോ എഴുതി, എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടു, എന്നിട്ട് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടി പ്രൊജക്ട് എമ്മിൻ്റെതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ടേബിളിൽ നിന്ന് എക്സ്പെക്റ്റഡ് വാല്യൂവിന്റെ ആൻസറും കിട്ടും, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമാറ്റ് പഠിക്കണം. ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ഡീവിയേഷൻ സ്ക്വയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ -4 × -4 16 പോസിറ്റീവ് ഫിഗർ ആണ് വരിക. -2 × -2 4 0 × 0 0 2 × 2 4 4 × 4 16. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡീവിയേഷൻ സ്ക്വയർ ചെയ്തു. എന്തിനാ സ്ക്വയർ ചെയ്യുന്നത്? വേരിയൻസ് കണ്ടുപിടിക്കാൻ. വേരിയൻസ് എങ്ങനെയാ കാണാ? വേരിയൻസിന്റെ ഇക്വേഷൻ ഡീവിയേഷൻ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ആണ്. വേരിയൻസിന്റെ ഇക്വേഷൻ ഡീവിയേഷൻ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി. അതായത് നമുക്ക് കിട്ടിയ ഈ ഡീവിയേഷൻ സ്ക്വയറിനെ നമ്മൾ എഴുതിയിട്ടുള്ള ഈ പ്രോബബിലിറ്റി വെച്ച് ഇൻറ്റു ചെയ്യണം. ഇപ്പൊ 16 × 0.10 1.6, 4 × 0.20 0.8, 0 × 0.40 0, 4 × 0.20 0.8, 16 × 0.10 1.6. ഇതിന്റെ ടോട്ടൽ എന്താണോ, അതായത് 1.6 പ്ലസ് 0.8 പ്ലസ് 0 പ്ലസ് 0.8 പ്ലസ് 1.6 ചെയ്ത് കിട്ടുന്നത് എന്താണോ അതിനെയാണ് വേരിയൻസ് എന്ന് പറയുക. വേരിയൻസ് കിട്ടിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ അത് റൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. വിച്ച് ഇസ് 4.8നെ നമ്മൾ റൂട്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ കാൽക്കുലേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക? 4.8 റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 2.19. സോ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന്, സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മളുടെ ഈ ക്യാഷ് ഫ്ലോയും പ്രോബബിലിറ്റിയും കൺസിഡർ ചെയ്താൽ ഡീവിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ടഡ് ബൈ ദിസ് ഈസ് 2.19. ഈ ഒരു ടേബിൾ ഫോർമാറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടി പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് പകർത്താനേ ഉണ്ടാവുള്ളൂ. പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ, പ്രോബബിലിറ്റി ഇൻറ്റു ക്യാഷ് ഫ്ലോ, എക്സ്പെക്റ്റഡ് വാല്യൂ, എക്സ്പെക്റ്റഡ് വാല്യൂവിന്റെ ടോട്ടൽ, ആ ടോട്ടലിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഡിഫറൻസ്, ഡീവിയേഷൻ, ഡീവിയേഷന്റെ സ്ക്വയർ, ഡീവിയേഷൻ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി, വേരിയൻസ്, വേരിയൻസിന്റെ റൂട്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിപ്പോ നമ്മൾ പ്രൊജക്ട് എം ആണ് ചെയ്തത്. പ്രൊജക്ട് എന്നും നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ, പ്രോബബിലിറ്റി ഇൻറ്റു ക്യാഷ് ഫ്ലോ, എക്സ്പെക്റ്റഡ് വാല്യൂ, ഈ ക്യാഷ് ഫ്ലോ എക്സ്പെക്റ്റഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, ഡീവിയേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗർ 0 ആയിട്ട് വരേണ്ടതാണ്, വന്നു. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും നമുക്കത് കറക്റ്റ് കിട്ടിപ്പോരും. ഡീവിയേഷന്റെ സ്ക്വയർ, ഡീവിയേഷൻ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി, പ്രോബബിലിറ്റിയുടെ ടോട്ടൽ, വേരിയൻസ്, ഈ വേരിയൻസിന്റെ റൂട്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഏത് ചാപ്റ്റർ SFM ഏത് ക്വസ്റ്റ്യൻ വന്നാലും the equation standard deviation is same. Okay. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട്, വ്യത്യാസമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാനുണ്ടോ എന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4ൽ ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രൊജക്ട് ഈസ് പെർഫെക്റ്റ്ലി കോറിലേറ്റഡ്. The project involve initial cash outlay 20,000 which is also known as outflow. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച പോലെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് 6% തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ നമ്മളത് ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ 6% ഇസ് ദ ഡിസ്കൗണ്ടിങ് റേറ്റ്. നമുക്ക് എക്സ്പെക്റ്റഡ് NPV കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV കണ്ടുപിടിക്കണം.
ഇപ്പൊ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോയും ഡിസ്കൗണ്ടിങ് റേറ്റും തന്നാൽ, എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോകളും ഡിസ്കൗണ്ടിങ് റേറ്റും തന്നാൽ അത് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന ടോട്ടലാണ് എക്സ്പെക്റ്റഡ്. ആ ടോട്ടലിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്താണ് NPV കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മളോട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV ആണ് കാണാൻ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കാം. ഇയർ ഓൾറെഡി 1 2 3 4 4 വർഷത്തെ ഡാറ്റയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസന്റ് വാല്യൂ ഫാക്ടർ 6% വിച്ച് ഇസ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഇപ്പൊ കാൽക്കുലേറ്ററിൽ ഡിസ്കൗണ്ട് ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ 1.16 ഈക്വൽ ടു അടിച്ചാൽ, ഇനി വ്യത്യാസമുള്ള കാൽക്കുലേറ്റർ ആണെങ്കിൽ 1.06 ഡിവൈഡഡ് ബൈ 1. ഫസ്റ്റ് ഇയർ 0.9430, സെക്കൻഡ് ഇയർ 0.890, തേർഡ് ഇയർ 840, 792. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറുകൾ ഓരോന്ന് കിട്ടും. ആ ഡിസ്കൗണ്ടിങ് ഫാക്ടറുകൾ ഇൻറ്റു എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ചെയ്താൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോകൾ കിട്ടും. അതിന്റെ ടോട്ടൽ ചെയ്താൽ 26,242 വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സം ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ. ഇതിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോഴാണ് NPV കിട്ടുക എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. സോ ഔട്ട്ഫ്ലോ മൈനസ് ചെയ്താൽ NPV വിൽ ബി 6,242. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് NPV എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV. ഈ കിട്ടിയ NPVയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അതിന് ഏറ്റവും എളുപ്പം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ക്യാഷ് ഫ്ലോകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഇതേ ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ കണ്ട് NPVയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രസന്റ് വാല്യൂ കണ്ടാൽ, അത് തന്നെയാണ് NPVയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് വരിക. ബിക്കോസ് ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്ട്സ് ആർ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ്. ഇത് കോറിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ക്യാഷ് ഫ്ലോയും തമ്മിൽ കോറിലേറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ക്യാഷ് ഫ്ലോകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രസന്റ് വാല്യൂ കണ്ടാൽ അത് തന്നെയാണ് NPVയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ NPV സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3000 തന്നിട്ടുണ്ട്. ആ 3000 ഇൻറ്റു 0.943, 2000 ഇൻറ്റു 0.890, 4000 ഇൻറ്റു 0.840, 1200 ഇൻറ്റു 0.792. സോ പ്രസന്റ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അത് ടോട്ടൽ ചെയ്താൽ 8920 ആണ് വരിക. ദിസ് വിൽ ബി ദി ആൻസർ ഫോർ NPV ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബിക്കോസ് ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്ട് ആർ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ സർ, ക്ലിയർ. അപ്പൊ അടുത്ത ചോദ്യം ഉണ്ടാവുക, സർ ഈ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആവാതെ അൺകോറിലേറ്റഡ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി NPV നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് സെപ്പറേറ്റ് ഇക്വേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻ അവർ സിലബസ് ദാറ്റ് കാൽക്കുലേഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. സോ കോറിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേരിയൻസ്, സാധാരണ നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാറ്? വേരിയൻസിന്റെ റൂട്ട് എടുത്തിട്ടല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാറ്? അതെ, ആ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് വിൽ നോട്ട് ബി ആസ്ക്ഡ് ഇൻ എക്സാം. സോ അൺകോറിലേറ്റഡ് ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രോബ്ലം ആയിട്ട് നമുക്കില്ല. കോറിലേറ്റഡ് മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഇനി അൺകോറിലേറ്റഡ് എക്സാമിന് വരുന്നില്ലെങ്കിലും മേ ബി ഭാവിയിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യണം, അതൊരു പ്രോബ്ലം ആയിട്ട് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് കോറിലേറ്റഡിനാണ് എന്നതാണ്. അപ്പോൾ ഇതേ കേസ്, ഇതേ സെയിം ഇല്ലുസ്ട്രേഷൻ അൺകോറിലേറ്റഡിൽ ചെയ്താൽ എന്താണ് വ്യത്യാസം വരാമെന്ന് നോക്കി വെക്കാമല്ലോ. അഥവാ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സെയിം ഇയർ 1 2 3 4, സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സെയിം പ്രസന്റ് വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നേരത്തെ നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്?
8000 സംതിങ് എത്രയാണ് ആൻസർ വന്നത്. നേരത്തെ നമ്മൾ കോറിലേറ്റഡ് ചെയ്തപ്പോൾ 8920 വന്നത്. സോ അതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുമായിരുന്നത്. പക്ഷെ അത് കോറിലേറ്റഡ് എന്നുള്ള വേർഡ് ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ടാണ്. ഇനി അത്തരത്തിലൊരു റിലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ക്യാഷ് ഫ്ലോയും തമ്മിൽ ഇല്ല എന്നാണ് ക്വസ്റ്റ്യനിൽ ഹിന്റ് തരുന്നതെങ്കിൽ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, വേരിയൻസ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഈ കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ 2829 × 2829 ഇവിടെ ഫിഗർ വരും 1780 × 1780. ഇവിടെ 31,68,400 വരും. അങ്ങനെ ഓരോന്നും സ്ക്വയർ ചെയ്യണം. ആ സ്ക്വയർ ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ പേര് വിളിക്കുക വേരിയൻസ് എന്നാണ്. ആ വേരിയൻസിന്റെ റൂട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാ. സോ 2,33,65,642 റൂട്ട് 4,833 ആണ്. അൺകോറിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ ക്വസ്റ്റ്യനിൽ കോറിലേറ്റഡ് ആണോ അൺകോറിലേറ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അൺകോറിലേറ്റഡ് ആണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്ക്വയർ ചെയ്ത് വേരിയൻസ് കണ്ട് റൂട്ട് കാണണം. കോറിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ തന്നെയാണ് NPVയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ബിക്കോസ് ഇറ്റ് ഈസ് കോറിലേറ്റഡ് എന്ന് എഴുതി വെക്കണം ആൻസർ. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് മോഡറേറ്റ്ലി കോറിലേറ്റഡ് ക്യാഷ് ഫ്ലോ, വിച്ച് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോഡറേറ്റ്ലി. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 വായിച്ചു നോക്കാം, ചെയ്തു നോക്കാം. എന്തെങ്കിലും അതുമായിട്ട് വല്ല ഹിന്റും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. സോ ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോബബിലിറ്റി ആർ ഗിവൺ ബിലോ. 3 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. ഇയർ 1, ഇയർ 2, ഇയർ 3. അതിൽ ക്യാഷ് ഫ്ലോ അതേപോലെ ഇനീഷ്യൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഇയർ 2ലും ക്യാഷ് ഫ്ലോസും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഇയർ 3ലും ക്യാഷ് ഫ്ലോസും കണ്ടീഷണൽ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. അസ്യൂം ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 1 lakh. ഇതാണ് നമ്മുടെ ഔട്ട്ഫ്ലോ. കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് NPV ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം, എക്സ്പെക്റ്റഡ് NPVയും കാണണം. പ്രോബബിലിറ്റി തന്നാൽ നമുക്കറിയാം എക്സ്പെക്റ്റഡ് NPV കാണാൻ ഇൻഫ്ലോ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇതിലൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഇവിടെ ഇയർ 1 നോക്കിയേ. ഇയർ 1ൽ നമുക്കൊരു 20,000 ഇൻഫ്ലോ കിട്ടിയെന്ന് വിചാരിക്കാം. ഇതൊരു കേസ് നമ്പർ 1. ഈ കേസിൽ തന്നെ ഇയർ 2ൽ 20,000 വരാം, 30,000 വരാം. 2 ഓപ്ഷൻ ഉണ്ട്. ഇയർ 2 കഴിഞ്ഞ് ഇയർ 3ൽ എത്തുമ്പോൾ ഇവിടെ 25,000 വരാം, 30,000 വരാം, ഇവിടെ 35,000 വരാം, 40,000 വരാം. അപ്പൊ റൂട്ട് ആലോചിച്ച് നോക്കിയേ. ഈ റൂട്ട് വഴി പോവുകയാണെങ്കിൽ ഈ റൂട്ട് വഴി ഒരു വേണ്ട്, ഇത് 2ാമത്തെ റൂട്ട്, ഇത് 3ാമത്തെ റൂട്ട്, ഇത് 4ാമത്തെ റൂട്ട്. ഇപ്പൊ ഇതിൽ ഏതും സംഭവിക്കാലോ, ഏത് ഇൻഫ്ലോ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിൽ 20,000 കിട്ടി, സെക്കൻഡ് ഇയറിൽ 30,000 വരാം. ഫസ്റ്റ് ഇയറിൽ 20,000 കിട്ടി, സെക്കൻഡ് ഇയറിൽ 20,000 വരാം. ഈ ഫസ്റ്റ് ഇയറിൽ 20,000, സെക്കൻഡ് ഇയറിൽ 20,000 കിട്ടി, തേർഡ് ഇയറിൽ 25,000 വരാം. ഈ ഫസ്റ്റ് ഇയറിൽ 20,000, സെക്കൻഡ് ഇയറിൽ 20,000, തേർഡ് ഇയറിൽ 30,000 വരാം. ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 20,000, സെക്കൻഡ് ഇയറിൽ 30,000, തേർഡ് ഇയറിൽ 35,000, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 20, സെക്കൻഡ് ഇയറിൽ 30, തേർഡ് ഇയറിൽ 40. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ പ്രോബബിലിറ്റീസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ കൂടുതൽ പ്രോബബിലിറ്റീസ് വരുന്ന കേസിൽ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യണം. അതായത് ഒരു റൂട്ടിലുള്ള 2 പ്രോബബിലിറ്റികൾ. ഇപ്പൊ ഇവിടെ ഒരു പ്രോബബിലിറ്റി വന്നു, ഇയർ 2ൽ മറ്റൊരു പ്രോബബിലിറ്റി വരുന്നു, ഇയർ 3ൽ വേറൊരു പ്രോബബിലിറ്റി വരുന്നു. അപ്പൊ അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പ്രോബബിലിറ്റികൾ ക്യാഷ് ഇൻഫ്ലോയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ജോയിന്റ് പ്രോബബിലിറ്റി. ഇപ്പൊ ജോയിന്റ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഇയർ 1, ഇയർ 2, ഇയർ 3 എന്ന് എഴുതുന്നു.
ജോയിൻ പ്രോബബിലിറ്റിക്ക് ഒരു കോളവും കൊടുക്കുന്നു. ഇതേ കൺസെപ്റ്റ് ആണ് നമുക്ക് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം വരയ്ക്കാനുണ്ട്. അവിടെയും ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഡിസിഷൻ ട്രീ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഡിസിഷൻ ട്രീ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 20,000 എഴുതി, അവർ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 0.35. സെക്കൻഡ് ഇയറിൽ 20,000 ആണ്, അതിന്റെ പ്രോബബിലിറ്റി 0.40. തേർഡ് ഇയറിൽ 25,000 ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി 0.20. അപ്പോൾ 3 പ്രോബബിലിറ്റികൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 0.35 ഇൻറ്റു 0.40 ഇൻറ്റു 0.20. സോ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ബി ജോയിന്റ് പ്രോബബിലിറ്റി. ഈ 3 വർഷത്തിന്റെ ഈ 3 പ്രോബബിലിറ്റികളും കൺസിഡർ ചെയ്താൽ ഇൻറ്റു ചെയ്താൽ 0.028 കിട്ടി ഒന്നാമത്തെ. സെക്കൻഡിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതേ കാൽക്കുലേഷൻ സെക്കൻഡിൽ വരുമ്പോൾ 0.35 ഇൻറ്റു 0.40 ഇൻറ്റു 0.80 വരും. 0.35 ഇൻറ്റു 0.40 ഇൻറ്റു 0.80 0.112 ആണ് സെക്കൻഡ് ജോയിന്റ് പ്രോബബിലിറ്റി. തേർഡ് പ്രോബബിലിറ്റിയോ വീണ്ടും 0.35 ഇൻറ്റു 0.40 ഇൻറ്റു അതിവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ 0.35 ഇൻറ്റു 0.60 ഇൻറ്റു 0.30. 0.35 ഇൻറ്റു 0.60 ഇൻറ്റു 0.30 0.063 ആണ് ഇതിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി. അടുത്ത കാൽക്കുലേഷൻ ഇവിടെ വ്യത്യാസം വരും. 0.35 ഇൻറ്റു 0.60 ഇൻറ്റു 0.70 ദാറ്റ് വിൽ ബി 0.147. അപ്പോൾ ഈ ഒരു ഭാഗം തീർന്നു, ഇത്രയും ഭാഗം. ഇതേപോലെ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ റൂട്ട് 30,000 ആണെങ്കിൽ 0.65 ഇൻറ്റു 0.20 ഇൻറ്റു 0.50 ഈ ഫിഗർ കിട്ടും. ഇതേ കാൽക്കുലേഷൻ 0.65 ഇൻറ്റു 0.20 ഇൻറ്റു 0.50 ഒരേ ഫിഗറാണ് വരിക. ഇനി ആ റൂട്ട് കഴിഞ്ഞു 0.65 ഇൻറ്റു 0.80 ഇൻറ്റു 0.60 ഇതാണ് റൂട്ട്. ഇനി അത് കഴിഞ്ഞാൽ ഈ റൂട്ട്. അങ്ങനെ ജോയിൻ പ്രോബബിലിറ്റികൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. കഴിഞ്ഞിട്ടില്ല, നമുക്ക് NPV സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അവിടേക്ക് എത്താൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഓരോ ജോയിൻ പ്രോബബിലിറ്റി വെച്ചിട്ട് NPV കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് കേസ് റൂട്ടുകൾ എത്ര ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയ റൂട്ടുകൾ അത്രയും NPVകൾ നമ്മൾ കാണേണ്ടി വരും. എത്ര റൂട്ട് ഉണ്ട്? ഈ 20,000-ന് 1, 2, പിന്നെ ഇതുവഴി 3, ഇതുവഴി 4. 20,000-ന് 4 റൂട്ട് ഉണ്ട്, 30,000-നും 4 റൂട്ട് ഉണ്ട്. ചുരുങ്ങിയത് 8 NPV എങ്കിലും നമ്മൾ കാണേണ്ടി വരും. NPV എങ്ങനെയാ വരിക? അപ്പൊ 20,000-ന്റെ ഫസ്റ്റത്തെ റൂട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്ര ക്വസ്റ്റ്യനിൽ? ഡിസ്കൗണ്ടിങ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ എത്ര ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നിട്ടുള്ളത്? എന്തെങ്കിലും ഹിന്റ് ഡിസ്കൗണ്ടിങ് ഫാക്ടറുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഈസ് നോട്ട് ഗിവൺ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് അസ്യൂം ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 6% ആണ് ഡിസ്കൗണ്ടിങ് റേറ്റ് എന്തത് അസ്യൂം ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്കൗണ്ടിങ് റേറ്റ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ 1/1.06 ചെയ്താൽ 0.943 ആണ് കിട്ടുക. സെക്കൻഡ് ഇയറിൽ 0.889 ആണ് കിട്ടുക. തേർഡ് ഇയറിൽ 0.839 ആണ് കിട്ടുക. ഇത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ റൂട്ടും 8 റൂട്ടിനും കണ്ടുപിടിക്കണം. ഫസ്റ്റത്തെ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എത്ര? 20,000. സോ 20,000 ഇൻറ്റു 0.943 പ്ലസ് സെക്കൻഡ് ഇയർ റൂട്ടിൽ 20,000. സോ 20,000 ഇൻറ്റു 0.889 പ്ലസ് തേർഡ് ഇയറിൽ 25,000. 25,000 ഇൻറ്റു 0.839 ഇതാണ് ഫസ്റ്റ് റൂട്ട്. സെക്കൻഡ് റൂട്ട് സെയിം കാൽക്കുലേഷൻ. സെക്കൻഡ് റൂട്ട് എങ്ങനെ വരും? 20,000 ഇൻറ്റു 0.4943. അപ്പം ഇത് കഴിഞ്ഞു. ഈ റൂട്ടിൽ തന്നെയല്ലേ പോരേണ്ടത്. സെക്കൻഡ് ഇയറും സെയിം പ്ലസ് 20,000 ഇൻറ്റു 0.889 പ്ലസ് ഇതും കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെയാണ് വ്യത്യാസം, തേർഡ് ഇയറിലാണ് വ്യത്യാസം. അപ്പോൾ 30,000 ഇൻറ്റു 0.839 വരും.
സെക്കൻഡ് ഇയർ, സെക്കൻഡ് റൂട്ട്. തേർഡ് റൂട്ട് ഫസ്റ്റ് ഇയറിൽ വ്യത്യാസമൊന്നുമില്ല. 20,000 ഇൻറ്റു 0.4943 പ്ലസ് ഇത് ഇങ്ങനെ ഈ റൂട്ടായി മാറി. കാരണം ഇത് രണ്ടും നമ്മൾ എഴുതിയല്ലോ, ഇത് രണ്ടും എഴുതി. ഈ റൂട്ട് വഴി പോകാൻ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ മാറ്റമുണ്ട്. 30,000 ഇൻറ്റു 0.889 ആയി പ്ലസ് റൂട്ട് എങ്ങോട്ടാണ് പോവുക? 35,000ലേക്കാണ് പോകുന്നത്. സോ 35,000 ഇൻറ്റു 0.839. ഫോർത്ത് റൂട്ടിൽ 20,000, അവിടെ വ്യത്യാസമൊന്നുമില്ല. 20,000 ഇൻറ്റു 0.943 പ്ലസ് റൂട്ടിന് ഈ വഴി തന്നെ ഇങ്ങോട്ടേക്ക് വരണം 40,000. അപ്പോൾ ഇവിടെയും വ്യത്യാസമല്ല. 30,000 ഇൻറ്റു 0.889 പ്ലസ് ലാസ്റ്റ് വ്യത്യാസമുണ്ട് 40,000 ഇൻറ്റു 0.839. ഇപ്പോൾ 20,000ൻ്റെ 4 റൂട്ടുകൾ കഴിഞ്ഞു. ഈ 30,000 തൊട്ട് ഇതേപോലെ 4 റൂട്ട് നമ്മളിവിടെ താഴെ 5, 6, 7, 8 ആയിട്ട് എഴുതണം. എന്നിട്ട് NPVകൾ കാണണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചാൽ NPV കാണുമ്പോൾ ഫസ്റ്റ് റൂട്ട് ഒന്ന് നോക്കി നോക്കിയാൽ ഫസ്റ്റ് റൂട്ട് എത്ര കിട്ടുക? 20,000 ഇൻറ്റു 0.4943 18,800. ഞാൻ ഇവിടെ എഴുതാം. 18,860 ഇത് കിട്ടുക. പ്ലസ് 20,000 ഇൻറ്റു 0.889 17,780 ഈ ഫിഗർ കിട്ടുക. പ്ലസ് 25,000 ഇൻറ്റു 0.839 20,975 ഇത് വരിക. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്താൽ ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 17,780 പ്ലസ് 18,860 പ്ലസ് 20,975 57,615 ഇവിടെ ടോട്ടൽ കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഔട്ട്ഫ്ലോ, ഇതാണ് ഇൻഫ്ലോ. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്രയാ ക്വസ്റ്റ്യനിൽ? ഈ റൂട്ടാണ് നമ്മുടെ, ഈ റൂട്ടിലുള്ള ഇൻഫ്ലോകളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കിട്ടുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ സം ഓഫ് ദി ക്യാഷ് ഫ്ലോ. ഇനി ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,00,000 സോ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഈ ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്താൽ നെഗറ്റീവ് ഫിഗർ ആണ് വരിക. 42,385 നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത് ഫസ്റ്റത്തെ റൂട്ടിൽ. 42,385. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടിയിട്ടുള്ളത് 42,340 ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തതിൽ 1/1.06 എടുത്തതിലുള്ള വ്യത്യാസമാണ്. പോയിന്റ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 42,385 340 100 രൂപ വരെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതാണ് നോർമലി നമ്മൾ NPV ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. റൂട്ട് 1ന്റെ കേസാണ് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ജോയിൻ നമ്മൾ പ്രോബബിലിറ്റി കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റഡ് NPV കിട്ടുക. എക്സ്പെക്റ്റഡ് NPV കിട്ടണമെങ്കിൽ ഈ NPV ഇൻറ്റു ജോയിൻ പ്രോബബിലിറ്റി, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജോയിന്റ് പ്രോബബിലിറ്റി എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചു വെച്ചത്. അപ്പോൾ ഫസ്റ്റ് ഏത് റൂട്ടിന്റെ ജോയിൻ പ്രോബബിലിറ്റി എടുക്കേണ്ടത്? റൂട്ട് 1ന്റെ ജോയിൻ പ്രോബബിലിറ്റി. കാരണം റൂട്ട് 1ലാണ് നമുക്കിത് കിട്ടിയത്. സോ 42,340 ഇൻറ്റു ജോയിൻ പ്രോബബിലിറ്റി ചെയ്ത് നോക്കാം. 42,000 അവരെടുത്ത ഫിഗർ തന്നെ എടുത്ത് നോക്കിയാൽ 42,340 ഇൻറ്റു 0.028 നെഗറ്റീവ് ഫിഗർ ആണ്. സോ മൈനസ് 1,185.52 ആണ് NPV ഇൻറ്റു ജോയിന്റ് പ്രോബബിലിറ്റി കിട്ടിയത്. ഓക്കെ, ഇതേ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് 2ന് വേണ്ടി ചെയ്യണം, റൂട്ട് 3 ചെയ്യണം. ഏതുവരെ ചെയ്യണം? 8ാമത്തെ റൂട്ട് വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ NPVകൾ ഇൻറ്റു പ്രോബബിലിറ്റികൾ, ഇതാണ് NPVകൾ കിട്ടുക. ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുന്ന സമയത്ത്, ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് NPV ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുമ്പോഴുള്ള ആൻസറുകൾ കിട്ടുക. സോ ഇതിൻ്റെ ടോട്ടൽ, ഈ കോളത്തിൻ്റെ ടോട്ടലിനെയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നമ്മളോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പെക്റ്റഡ് NPV കാണാനാണ്. സോ ദിസ് ടോട്ടൽ ഈസ് നോൺ ആസ് എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസന്റ് വാല്യൂ, ഈ കോളത്തിൻ്റെ ടോട്ടൽ. അത് കൂടാതെ നമ്മളോട് എന്തുകൂടി ചോദിച്ചിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV ചോദിച്ചിരുന്നു.
ഇത് കോറിലേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് തന്നിട്ടില്ല. ജോയിന്റ് പ്രോബബിലിറ്റി ഉള്ള കേസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മോഡറേറ്റ്ലി കോറിലേറ്റഡ് ആണ്. എന്താ ഹിന്റ്? ഇതിന്റെ ഹിന്റ് ആണ് ജോയിന്റ് പ്രോബബിലിറ്റി. മോഡറേറ്റ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വേരിയൻസ് കണ്ടുപിടിക്കണം, വേരിയൻസിന്റെ റൂട്ട് ചെയ്യണം. അല്ലാതെ നേരത്തെ 8920 നേരിട്ട് ആൻസർ എഴുതിയ പോലെ കോറിലേറ്റഡിൽ എഴുതിയ പോലെ ഇവിടെ എഴുതാൻ പറ്റൂല. അത് അൺകോറിലേറ്റഡ് ആണെങ്കിലും മോഡറേറ്റ്ലി കോറിലേറ്റഡ് ആയ ജോയിന്റ് പ്രോബബിലിറ്റി ഉള്ള കേസിലാണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൂട്ട് ചെയ്ത് എഴുതണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ എത്ര വരും? ഫസ്റ്റത്തെ കേസിൽ നമ്മൾ സ്ക്വയർ ചെയ്താൽ 1185.52. നമ്മൾ എങ്ങനെയാ ഇപ്പൊ കിട്ടിയ ജോയിന്റ് പ്രോബബിലിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്തു? NPV കണ്ടുപിടിച്ച് ഈ കോളം വരെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇത് നേരിട്ട് സ്ക്വയർ ചെയ്യല്ല വേണ്ടത്. ജോയിന്റ് പ്രോബബിലിറ്റി ഉള്ള കേസിൽ ഇത് നേരിട്ട് സ്ക്വയർ ചെയ്യുകയല്ല വേണ്ടത്. NPVയും എക്സ്പെക്റ്റഡ് NPVയും നേരത്തെ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡിൽ എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഏത് തമ്മിൽ? ഈ NPVയും ഈ കിട്ടിയ എക്സ്പെക്റ്റഡ് NPVയും തമ്മിലുള്ള വേരിയൻസുകൾ, ഡിഫറൻസുകൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തില്ലേ, അതേ കാൽക്കുലേഷനിലാണ് ജോയിന്റ് പ്രോബബിലിറ്റി വരുമ്പോൾ മോഡറേറ്റ്ലി ആയിട്ടുള്ള കോറിലേഷൻ ഉള്ള കേസിൽ എന്ത് ചെയ്യേണ്ടത് എന്നർത്ഥം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ആ ഡീവിയേഷൻ സ്ക്വയർ ചെയ്യണം. ആ ഡീവിയേഷൻ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യണം. ആ പ്രോബബിലിറ്റി ചെയ്ത് കിട്ടുന്നതിനെ ടോട്ടലിനെയാണ് വേരിയൻസ് എന്ന് പറയാം. ആ വേരിയൻസിനെ റൂട്ട് ചെയ്യണം. ഇപ്പോൾ ഡീവിയേഷൻ ഫസ്റ്റത്തെ കേസിൽ എത്രയാണ് വരിക? 42,340. അത് മൈനസ് ഫിഗറാണ്. അതിൽ നിന്ന് 16,125.75 കുറച്ചാൽ 58,465.75 ആണ് വരിക. അതിനെന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 58,465.75 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, സ്ക്വയർ ചെയ്തു, ജോയിന്റ് പ്രോബബിലിറ്റി വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 0.028 വെച്ച് ഇൻറ്റു ചെയ്താൽ 9 കോടി സംതിങ് കിട്ടും. ഓക്കെ, അത് കറക്റ്റ് റൗണ്ട് ഫിഗർ നമ്മൾ കറക്റ്റ് പോയിന്റ് ആയിട്ട് എടുത്താൽ ഫിഗറുകൾ കിട്ടും. ഇതിൽ ചിലപ്പോൾ ഈ ഫിഗറുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ചിലത് കറക്റ്റ് കിട്ടും ചെയ്യും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് റൗണ്ട് ചെയ്യുന്നിടത്തുള്ള പ്രശ്നമാണ്. നമ്മൾ എങ്ങനെയാണോ കറക്റ്റ്, അതായത് 5ന് മുകളിലുള്ളത് 6ലേക്ക് റൗണ്ട് ചെയ്ത് കറക്റ്റ് എടുത്ത് പോരുകയാണെങ്കിൽ ഫിഗറുകൾ ഏറെക്കുറെ സെയിം ആയിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരാം. ഞാൻ വീണ്ടും പറയുന്നു, ചെറിയ വ്യത്യാസങ്ങൾ വരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് വേരിയൻസിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടൽ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് ചെയ്യണം. ഇത് റൂട്ട് ചെയ്ത് നോക്കാം. എത്ര വരിക? 117, 42, 67, 896. അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 34,267.59 ആണ്. അവരത് 34,268 എടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഈ രീതിയിലാണ് ഇത് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നർത്ഥം. ചിലപ്പോൾ ചില കേസുകളിൽ, നമ്മൾ ഈ ചെയ്യുന്ന കേസുകളിൽ ഇതിൽ ചില ഫിഗറുകൾക്ക് പ്രിൻറ്റിങ് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്കാണ്, ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഈ ഫിഗറുകളൊക്കെ കറക്റ്റ്, ചിലപ്പോൾ കറക്റ്റ് ഫിഗർ തന്നെ കിട്ടുന്നുണ്ടാവും. ഇത് രണ്ടും ചിലപ്പോൾ കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആവാം, ഇൻസ്റ്റിറ്റ്യൂട്ട് റൗണ്ട് ചെയ്യുന്നത് മാറിയതാവാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബേജാറാവേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഫിഗറുകൾ കറക്റ്റാണ്, അതായത് നമ്മുടെ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ അതിന് മാർക്ക് കിട്ടും. അതിന് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വന്നിരുന്നത്, ഇതെല്ലാം നമ്മൾ ഏത് ഹെഡിൽ നിന്നാണ് ഈ മോഡറേഷനും സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വന്നിരുന്നത്? ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. എക്സ്പെക്റ്റഡ് NPV
ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഓരോ സ്റ്റെപ്പുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ എങ്ങനെ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണാം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് NPV, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV എങ്ങനെ കാണാം എന്ന് നോക്കി. ഇനി സ്റ്റെപ്പ് നമ്പർ 3 പ്രകാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് നമ്പർ 3 പ്രകാരം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഷുഡ് ബി കമ്പയർഡ്. ഇതൊക്കെ കിട്ടിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫെസിലിറ്റി മുമ്പിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ കേസിലാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1ഉം സ്റ്റെപ്പ് നമ്പർ 2 ഒക്കെ പ്രകാരം എക്സ്പെക്റ്റഡ് NPVയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV ഒക്കെ NPVൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. അത് കിട്ടിയാൽ അപ്പുറത്തെ ഒരു പ്രൊജക്റ്റ് അതേപോലെ ഉണ്ടെങ്കിൽ അതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും, അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ പുതിയൊരു ഇക്വേഷൻ നോട്ടിലേക്ക് പകർത്തേണ്ടത് പുതിയൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്തിനുള്ളതാണ്, അതിൻ്റെ ലോജിക്ക് എന്താ, നമുക്ക് മറ്റൊരു പ്രൊജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ്പെക്റ്റഡ് NPV ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ പ്രൊജക്റ്റിനും കൂടി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ തീരുമാനം എടുക്കും, ആ പ്രൊജക്റ്റ് വേണോ ഈ പ്രൊജക്റ്റ് വേണോ എന്ന് എങ്ങനെ തീരുമാനം എടുക്കും, അതിനൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത്. അത് കണ്ടുപിടിക്കുക. അതേ ഡിവൈഡഡ് ബൈ മീൻ. മീൻ മീൻസ് ആവറേജ് ഓഫ് എക്സ്പെക്റ്റഡ് NPV. എക്സ്പെക്റ്റഡ് NPVയുടെ ആവറേജിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എന്താണോ അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ, അതായത് കൺക്ലൂഷൻ പറയേണ്ടത്, ഏത് പ്രൊജക്റ്റാണ് വേണ്ടത്. ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ടു പ്രൊജക്ട് X ആൻഡ് Y. പ്രൊജക്ട് X ആൻഡ് Yൻ്റെ എക്സ്പെക്റ്റഡ് NPV അവർ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV ഇത് അവർ തന്നിട്ടുണ്ട്. ഇതും തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1ഉം 2ഉം നോക്കിയത്, മൂന്നാമത്തെ മെത്തേഡിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് NPV 4800 ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് NPVയുടെ മീൻ, വിച്ച് മീൻസ് ആവറേജ് മീൻ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ 4800 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഇവർ ഈ തന്ന എക്സ്പെക്റ്റഡ് NPV നമ്മൾ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തെടുക്കേണ്ടി വരും. അസ്യൂംഡ് ഇത് ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തെടുക്കുകയാണെങ്കിൽ 4800 ഡിവൈഡഡ് ബൈ 12000 എന്നാണ് ഇക്വേഷൻ വരിക. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വിൽ ബി 0.4 ഇൻ കേസ് ഓഫ് എക്സ്. വൈൻ്റെ കേസിൽ 5600 ഡിവൈഡഡ് ബൈ 14000. 5600 ഡിവൈഡ് ബൈ 14000. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വൈയുടെ കേസിൽ ഇവിടെ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യനിൽ 5600 അല്ല, ഇറ്റ് ഷുഡ് ബി 5800 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ വരും, 5800 ഡിവൈഡഡ് ബൈ 14000 എന്നാണ് വരിക. 5800 ഡിവൈഡ് ബൈ 14000 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 0.414 ആണ് വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ 0.40യും രണ്ടാമത്തെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 0.414 ആണ് കിട്ടുക. ഇനി നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കുക, ഏത് പ്രൊജക്റ്റ് വേണമെന്നുള്ളതാണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് റിസ്കിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തിനെ സൂചിപ്പിക്കുന്നതാ, റിസ്ക്. അപ്പോൾ റിസ്ക് കൂടുതലുള്ളത് ഏതിനാ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുതലുള്ളതിനാണ്, വിച്ച് ഇസ് പ്രൊജക്റ്റ് വൈക്കാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് വൈ ഈസ് റിസ്കിയർ ദാൻ പ്രൊജക്റ്റ് എക്സ്. കാരണം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വിച്ച് ഇസ് റിസ്ക് ഈസ് ഗ്രേറ്റർ ടു വൈ കമ്പയർഡ് ടു എക്സ്. സോ ഹെൻസ് ദ പ്രൊജക്റ്റ് എക്സ് വിത്ത് ലോവർ റിസ്ക് മേ ബി പ്രിഫേർഡ്. അപ്പോൾ പ്രൊജക്റ്റ് എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോവർ റിസ്ക് ഉള്ളത്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ്, നമ്മളിപ്പോൾ ഇവിടെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ഈ ഭാഗത്തു നിന്നാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊജക്റ്റിന് നമുക്ക് റിസ്ക് അനലൈസ് ചെയ്യാൻ സെർട്ടനിറ്റി ഈക്വലൻ്റ് അപ്രോച്ച് നമ്മൾ ചെയ്തു.
റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ചെയ്തു, എക്സ്പെക്റ്റഡ് NPV ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുള്ളത് ഡിസിഷൻ ട്രീ അനാലിസിസ് കഴിയുന്നതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ഈ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ മെത്തേഡ്, അതായത് എക്സ്പെക്റ്റഡ് NPV ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ ഒരു ജോയിൻറ്റ് പ്രോബബിലിറ്റി വെച്ചിട്ട് ഒരു ടേബിൾ വരച്ചു, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. അതുകൊണ്ട് ഇതേ കാൽക്കുലേഷൻ അവിടെയും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ചെയ്യാനുണ്ടാവും, പക്ഷെ ഒരു ട്രീ വരയ്ക്കാനുണ്ടാവും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ എല്ലാ ഭാഗങ്ങളും, എല്ലാ ക്വസ്റ്റ്യനും കൺസെപ്ച്വലി ലോജിക്കലി മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.